ഹായ് ട്രേഡേഴ്സ്, എല്ലാവർക്കും ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് സ്പോട്ട് ഗാമ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കണ്ടന്റ്സ് ആണ് നമ്മൾ ഇട്ടിരുന്നത്. നമുക്കപ്പോൾ എന്താണ് സ്പോട്ട് ഗാമ, അല്ലെങ്കിൽ എന്താണ് ഗാമ ലെവൽസ്, ജക്സ് ലെവൽസ്, എന്താണ് ഓപ്പൺ ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ കോൾ റൈറ്റിംഗ് എന്താണ്, അതേപോലെ പുട്ട് റൈറ്റിംഗ് എന്താണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ നിങ്ങൾ ഡീപ്പായിട്ട് തന്നെ പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് മാർക്കറ്റിന്റെ ഒരു മൂവ്മെന്റ്. ആരാണ് ഡിസൈഡ് ചെയ്യുന്നത്, ബിഗ് പ്ലേയേഴ്സ് എവിടെയാണ് പൊസിഷൻസ് എടുക്കുന്നത്, അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രേഡേഴ്സ് എവിടെയാണ് പൊസിഷൻ എടുക്കുന്നത്, ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനാണ് നമ്മൾ സ്പോട്ട് ഗാമ, അതുപോലെ തന്നെ കോണ്ടാറ്റ, ജക്സ്പോട്ട് പോലുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ ഉപയോഗിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ ക്ലബ് ചെയ്തിട്ട് ബുക്ക് മാപ്പും, അതേപോലെ തന്നെ ഓർഡർ ഫ്ലോയിലെ അബ്സോർഷൻസും, അതേപോലെ തന്നെ ഡെൽറ്റ ഡൈവേജൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് ഒറ്റയ്ക്കൊരു ഇതായിട്ട് മാത്രമായിട്ട് നമുക്ക് ട്രേഡിങ്ങിലേക്ക് സ്പോട്ട് ഗാമയിൽ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. അതിന് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് നല്ല രീതിയിൽ തന്നെ ഉള്ള അഡ്വാൻസ് കാര്യങ്ങളും കൂടി പഠിച്ചിട്ട് വേണം. സ്പോട്ട് ഗാമ മാത്രമായിട്ട് ഒരിക്കലും ഉപയോഗിക്കരുത്. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഉണ്ട് സ്പോട്ട് ഗാമയിൽ ഇമ്പോർട്ടൻസ് ഉള്ള കീ ലെവൽസ് ഉണ്ട്. അത് അത്യാവശ്യമല്ല, നമ്മൾ എപ്പോഴും ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടത് ഫൗണ്ടേഷൻ നോട്ടാണ്. അപ്പോൾ അവർ രാവിലെ ഒരു ഫൗണ്ടേഷൻ നോട്ട് ഇടും, തലേ ദിവസത്തെ ട്രേഡിന്റെ ആക്ടിവിറ്റീസ് എവിടെയാണ്, എന്തൊക്കെയാണ് കാര്യങ്ങളാണ് നടന്നത്, എന്തുകൊണ്ടാണ് മാർക്കറ്റ് മൂവ് ആയത്, ആരാണ് ബിഗ് പ്ലേയേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നത്, പിന്നെ അതുപോലെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ, എത്രയും കാര്യങ്ങൾ അവിടെ ഇടും. അതേപോലെ തന്നെ ഇക്വിറ്റി ഹബ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് നമുക്ക് സ്റ്റോക്സ് ഒക്കെ ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഓപ്ഷൻ കാൽക്കുലേറ്റർ മീൻസ് നമ്മൾ പണ്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, സോറി, ഞാനൊക്കെ പണ്ട് ഉപയോഗിച്ചിട്ടുള്ള ഓപ്ഷൻ കാൽക്കുലേറ്റർ ട്രേഡിങ്ങിന്, സെല്ലിങ്ങിന്റെ ഇതിനൊക്കെ വേണ്ടിയിട്ട് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ഓപ്ഷൻ കാൽക്കുലേറ്റർ ഉണ്ട്. അതേപോലെ ഇതിൽ തന്നെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ വർക്കിംഗ് ആവുന്ന ഒരു കാര്യം ട്രേസ് ഹീറ്റ് മാപ്പാണ്. മാർക്കറ്റ് നമ്മൾ വെറുതെ ബ്ലൈൻഡിൽ പോയിട്ട് ട്രേഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ നമുക്ക് ഒരു ഹീറ്റ് മാപ്പ് പോലെ തന്നെ നമുക്ക്, അഥവാ നമ്മൾ ബുക്ക് മാപ്പിലെ കാണുന്ന ലിക്വിഡിറ്റി പോലെ തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ പ്ലേയേഴ്സിന്റെ മൂവ്മെന്റ്സ് അറിയാനായിട്ട് സാധിക്കും. അതിന് ഹയർ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ ഒന്നുണ്ട്, തന്നെ വൊളാറ്റിലിറ്റി ഉണ്ട്, പിന്നെ ടൈപ്പ് ഓപ്ഷൻ ഫ്ലോ ഉണ്ട്. ഇതിൽ ഞാൻ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ട്രേസ് ഹീറ്റ് മാപ്പും ആണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഫൗണ്ടേഷൻ നോട്ടാണ് മെയിൻ ആയിട്ട് നമുക്ക് നല്ല റിസൾട്ട് ഉള്ള ഒരു കാര്യം. അപ്പൊ അത്രയും നമ്മൾ ഇത് കുറെ ഞാൻ എടുത്തു പറയുന്നു, കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, വേഗ തീറ്റ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മൾ അത്രയും കാര്യങ്ങളിലേക്ക് കോംപ്ലിക്കേറ്റഡ് ആയി പോയാൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ ഓൾറെഡി ഒരു സ്കാൽപ്പറാണ്. അപ്പൊ സ്കാൽപ്പറിനെ സംബന്ധിച്ച് നമ്മൾ ഭയങ്കരമായിട്ടുള്ള ഈ ഓപ്ഷൻസിന്റെ ഇതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് എവിടെയാണ് ഒരു ലെവൽസ് ഉള്ളത്, ആ ലെവൽസിൽ തന്നെ റിയാക്ഷൻ അനുസരിച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് എവിടെ കിക്ക് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സ്കാൽപ്പേഴ്സിനെ സംബന്ധിച്ച്. ഞാനൊരു സ്കാൽപ്പർ ആയത് അങ്ങനെ ആ ഒരു രീതിയിലാണ് ട്രേഡ് സെറ്റപ്പ് കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളെ നമുക്ക് ഈ ഒരു ഇതിൽ നമുക്ക് പരിചയപ്പെടാം. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ മാർക്കറ്റ് ഓവർവ്യൂവിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇൻഡെക്സ് ലെവൽസ് കിട്ടും. നമുക്ക് SPX, SPY, NDX, QQQ അങ്ങനെ ഓരോ ഇതിന്റെയും നമുക്ക് ഇവിടെ കിട്ടും. നമുക്ക് ഇവിടെ വേണ്ടത് SPX ആണ്. നമുക്ക് നല്ല റിസൾട്ട് ഉള്ള ഒന്ന്. നമുക്ക് അതിന്റെ ലെവൽസ് ഇന്നിപ്പോ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ 8-ാം തീയതിയാണ്, സോറി 5-ാം തീയതിയാണ്, 4-ാം തീയതി ഇന്നലത്തെ ലെവൽസ് ആണ് ഇവിടെ നമുക്കിപ്പോൾ കിട്ടുന്നത്. ഇതൊരു അപ്ഡേഷൻ വരണമെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ പറയാം, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഓപ്ഷൻസിന്റെ SPX-ലൊക്കെ അപ്ഡേഷൻ വരുന്നത് ന്യൂയോർക്ക് സമയത്താണ്, സ്റ്റാർട്ടിംഗ് സമയത്താണ് നല്ല രീതിയിലുള്ള ഓപ്ഷൻ ആക്ടിവിറ്റീസ് കാര്യങ്ങളെല്ലാം വരുന്നത്. ന്യൂയോർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഇപ്പോഴത്തെ ഇന്ത്യൻ സമയം 7 മണി സമയത്താണ് SPX ഓപ്പൺ ആവുന്നത്. അപ്പോൾ ആ ഒരു സമയത്താണ് ഓപ്ഷൻ മാർക്കറ്റിന്റെ നല്ല മൂവ്മെന്റ്സും കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നല്ല ഫ്ലക്ച്വേഷനും കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നതും. അപ്പൊ ഈ ലെവൽസ് അപ്ഡേഷനും കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഉണ്ടാവുള്ളൂ. നമുക്ക് ഇവിടെ കോപ്പി ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡിംഗ് വ്യൂയിലേക്ക് പോയിട്ട് നമുക്ക് അവരുടെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്, ഞാനത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ലിങ്കിൽ കമന്റ് ചെയ്താൽ നമുക്കത് ഫ്രീ ആയിട്ട് തന്നെ ആക്സസ് കിട്ടുന്നുണ്ട്. നമ്മൾ സ്പോട്ട് ഗാമ ലെവൽസും പറഞ്ഞ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കാം. അതിനുശേഷം നമ്മളിവിടെ ഇവിടെ ഓൾറെഡി ഞാനിപ്പോൾ പുട്ട് ചെയ്ത് ഇട്ടേക്കുന്നത് കൊണ്ടാണ് ഇത്. ഇന്നലെ SPX ഓപ്പൺ ആയേക്കുന്നത് തന്നെ 5-ഡേ ഹൈക്ക് മുകളിലാണ് ഓപ്പൺ ആയേക്കുന്നത്. അതേപോലെ തന്നെ സീറോ ഗാമയ്ക്കൊക്കെ മുകളിലാണ് ഓപ്പൺ ആയേക്കുന്നത്. അതുകൊണ്ട് തന്നെ പോസിറ്റിവിറ്റി ആയിരുന്നു മാർക്കറ്റ് ഉണ്ടായിരുന്നത്. നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ ഈ ഒരു ലെവൽസ് ഞാനിപ്പോൾ ഓൾറെഡി ഇന്നലത്തേത് ഞാൻ ഓൾറെഡി പുട്ട് ചെയ്ത് ഇട്ടേക്കുന്നതാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ ഇത് തന്നെ നിങ്ങളോട് കോപ്പി പേസ്റ്റ് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് തന്നെ വരും. അതേപോലെ NQന്റെ ആണെങ്കിൽ നമ്മൾ NQന്റെ തന്നെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ പോയിട്ട് QQQ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ NDX നമ്മൾ എടുക്കേണ്ടി വരും. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് അങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പൊ ഇത് അത്യാവശ്യം നല്ല ഒരു ലെവൽസ് കിട്ടാനായിട്ട് നമുക്ക് നല്ല ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പറ്റിയ ഒന്നാണ്. ഇനി നമുക്ക് സ്പോട്ട് ഗാമ കൂടുതലായിട്ട് പഠിക്കാനായിട്ട് ഏറ്റവും ബെറ്റർ ഇവരുടെ എല്ലാ ദിവസവും വരുന്ന ഈ എന്താ പറയാ ഫൗണ്ടേഷൻ നോട്ടാണ് എനിക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആയേക്കുന്നത്. അതേപോലെ തന്നെ ഈ ലെവൽസും അതേപോലെ തന്നെ ഒന്നാണ്. ഓൾറെഡി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പിവറ്റ് ലെവലിൽ 7450 ആണ്. 4-5 ദിവസമായിട്ട് അതിന് മുകളിൽ തന്നെയാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 7650 ആണ്. അപ്പൊ വെറുതെ ലെവൽസ് ഇടുന്നതല്ല, അതിന് ഓരോരോ പാരാമീറ്റേഴ്സ് അദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ എല്ലാം ട്രേഡിംഗിൽ നല്ല 3 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് ഇങ്ങനെ ഒരു മൂവ്മെന്റിൽ നിൽക്കാണ്.
ഒരു പോസിറ്റീവ് മൂവ്മെന്റിൽ തന്നെ നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നലത്തെ ട്രേഡിൽ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ എന്താണ് ആക്ടിവിറ്റി നടന്നത് എന്ന് നോക്കാം. അതേപോലെ ഇവിടെ പറയുന്നുണ്ട് PM നോട്ട്സിലേക്ക് വരുന്ന ഹോർമോസിന്റെ അവിടുത്തെ ഫുൾ കാര്യങ്ങളും US ഏറ്റെടുക്കാൻ പോകുന്നു എന്നുള്ളൊരു ന്യൂസ് ഓൾറെഡി അവിടെ നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ എവിടെയായിരുന്നു ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഡീലർ ഗാമ ഉണ്ടായിരുന്നത്. അവിടെ അത്യാവശ്യം നെഗറ്റീവ് ഡീലർ ഗാമ അവിടെ ഓൾറെഡി 7700 ആയിരുന്നു അവിടെ. അതുകൊണ്ടാണ് ആ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് ആ മാർക്കറ്റ് അവിടെ എത്താനായിട്ട് സാധിച്ചത്. അപ്പൊ അതൊരു കാര്യമാണ്. ഡീലർ ഗാമ 7700 അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റിവിറ്റി അവിടെ ഉണ്ടായിരുന്നു. ആ ഡീലർ ഗാമയിലേക്കാണ് മാർക്കറ്റ് എയിം ചെയ്ത് 7700 എന്ന് പറഞ്ഞ പ്രൈസ് റേഞ്ച് ആണ് എയിം ചെയ്ത് വന്നത്. അതേപോലെ തന്നെ 50 കിലോ കസ്റ്റമർ ലോങ് പൊസിഷൻസ് ഉണ്ടായിരുന്നു. അതേപോലെ 50K കോൾ ഓപ്ഷൻ കോൾ പൊസിഷൻസ് ലോങ് പൊസിഷൻസ് ഉണ്ടായിരുന്നു. അതേപോലെ 7700 വാസ് ക്ലോസിംഗ് ഡ്യൂറിംഗ് ദാറ്റ്. അതുപോലെ തന്നെ ആ 7700 സെല്ലർ ഉണ്ടായിരുന്ന നേരത്തെ നെഗറ്റീവ് ഡീലർ ഗാമ ഉണ്ടായിരുന്നത് അവിടെ എത്തിയപ്പോഴത്തേക്കും പയ്യെ പൊസിഷൻ സ്വിച്ച് ചെയ്യുന്നുണ്ട്. അത് ഇവിടെ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം. ഇവിടെ ഇതായിട്ട് വലിയ ഇതൊന്നും കാണില്ല. അതിന് ഒരു ആഷ് കളർ ഇവിടെ കാണാം. ഇവിടെ നമുക്ക് പൊസിഷൻസ് പയ്യെ അവർ സ്വിച്ച് ചെയ്തിട്ടുണ്ട്. അതായത് അവർ ആ സെല്ലർ അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. സെല്ലർ മാറാന്ന് പറഞ്ഞാൽ കോൾ ഓപ്ഷനിൽ നല്ല ഒരു സെല്ലിംഗ് ഉണ്ടെങ്കിൽ മാർക്കറ്റ് താഴത്തേക്ക് പോകുന്നത്. അവർ പയ്യെ അവിടെ നിന്ന് മാറിയിട്ട് 5K അടുത്ത് കോൾ പൊസിഷൻസ് അവർ ആഡ് ചെയ്യായിരുന്നു. അപ്പൊ ഈ ഒരു നോട്ട് നമുക്ക് ഓരോ ദിവസവും കഴിയുമ്പോഴും രണ്ട് അപ്ഡേഷൻസ് ഉണ്ടാവും. ഇതിപ്പോ ഇന്നലത്തെ ട്രേഡിംഗ് അപ്ഡേഷൻ, ഇനി ഒരു അവരുടെ ഈവനിങ് സെഷൻ ന്യൂയോർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് ഒരു അപ്ഡേഷൻ കൂടി വരും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ട്. അപ്പൊ ഒരു സ്റ്റഡി പർപ്പസിന് മെറ്റീരിയൽ ആയിട്ട് എല്ലാ ദിവസവും നിങ്ങൾ ഇത് നോക്കുന്നത് നിങ്ങൾക്ക് നല്ലൊരു ട്രേഡിംഗിൽ നല്ല ഗ്രോത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് നിങ്ങൾ പഠിക്കുക. അതേപോലെ തന്നെ ഇതും ഒന്ന് ഫിക്സഡ് സ്ട്രൈക്ക് വോളാറ്റിലിറ്റിയുടെ ഇതുണ്ട്, അതും ഒന്ന് പഠിക്കുക. വോളാറ്റിലിറ്റി നമുക്ക് പഠിച്ചെടുക്കാൻ കുറച്ച് ടഫാണ്. എന്നാലും നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സ്റ്റോക്സിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ കുറിച്ചാണ് അദ്ദേഹം ഡീപ്പായിട്ട് തന്നെ പറയുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ റിപ്പോർട്ട്സ് ഉണ്ട്. ഈ റിപ്പോർട്ടിൽ നമുക്ക് ഫണ്ടമെന്റൽ സ്റ്റോക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് എടുക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഹൈറോ നമുക്ക് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഈ സമയത്ത് ന്യൂയോർക്കിന്റെ സമയമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഹൈറോക്ക് ചെയ്യുന്നതിൽ കുറച്ച് ഇപ്പോൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ നമ്മൾ ഇവിടെ നിങ്ങൾ ചൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ പുട്ട് കോൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതേപോലെ നെക്സ്റ്റ് എക്സ്പയറി ഓഫ് ചെയ്തിടാം. നെക്സ്റ്റ് എക്സ്പയറി നമുക്ക് വേണ്ട. നെക്സ്റ്റ് എക്സ്പയറി വേണ്ടാതെ നമുക്ക് കോൾ ഓപ്ഷനിലും ആരാണോ ഡോമിനേറ്റ് ചെയ്യുന്നത്, കോൾ ഓപ്ഷൻ ആണോ, അതേപോലെ ഇവിടെ നോക്കില്ലെങ്കിൽ റൈറ്റ് സൈഡിൽ ഇവിടെ കാണാം കോൾ ആണോ പുട്ടാണോ ഡോമിനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അത് ഇന്നലത്തെ ട്രേഡ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യം ഇവിടെ എക്സ്പയറി നിങ്ങൾ പുട്ട് കോൾ എടുക്കുക. അതിനുശേഷം എക്സ്പയറി ഓഫ് ചെയ്തിടുക. അല്ലെങ്കിൽ നമുക്ക് വീണ്ടും കുറെ ലൈൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. അതിനുശേഷമാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള ട്രേസിലേക്ക് പോകേണ്ടത്. ഈ ട്രേസിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്നുകൂടി പറഞ്ഞു പോകാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. എന്താണ് ഓപ്പൺ ഇൻട്രസ്റ്റ് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. ഒരു പ്രൊഡക്റ്റ് അവർ വിൽക്കാൻ വേണ്ടി വരുന്നു. ആ പ്രൊഡക്റ്റിൽ നടക്കുന്ന ബൈയിങ് ആക്ടിവിറ്റീസ് കാര്യങ്ങളും ആരാണോ ബയ്യറാണോ സെല്ലറാണോ കൂടുതൽ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ ചിലപ്പോൾ ഒരു ഹയർ ലെവലിലൊക്കെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഇവിടെ നെഗറ്റീവ് ഉണ്ടാവാറുണ്ട്. മാർക്കറ്റ് ഇവിടെ ആയിരിക്കും ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു നെഗറ്റീവ് ചിലപ്പോൾ ഇവിടെ നെഗറ്റിവിറ്റി ഒരു 1000K നെഗറ്റിവിറ്റി ഏതെങ്കിലും ഒരു 7400 എന്ന് പറയുന്ന സ്ട്രൈക്ക് പ്രൈസിൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ നമുക്ക് സംബന്ധിച്ച് അവിടെ നടക്കുന്ന കോളിൽ മാത്രമായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കിട്ടാറില്ല. മൊത്തത്തിൽ ഉള്ള സ്ട്രൈക്ക് പ്രൈസിന്റെ കാര്യങ്ങളാണ് നമുക്ക് അവിടെ നിന്നും കിട്ടാറുള്ളൂ. ഇനി നമുക്ക് മസ്റ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, നമ്മളൊരു മാർക്കറ്റിൽ ഒരു ഹയർ റേഞ്ചിൽ ഇപ്പോൾ ഇവിടെ ഒരു കോൾ ഓപ്ഷൻ 7000 നേരത്തെ പറഞ്ഞ പോലെ 7700 തന്നെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. 7700 നമുക്ക് കോൾ ഓപ്ഷൻ മാർക്കറ്റ് കുറച്ച് താഴെയായിരുന്നപ്പോൾ മാർക്കറ്റ് കോൾ ഓപ്ഷനിൽ ഇവിടെ നമുക്കിവിടെ നോക്കണമെങ്കിൽ അറിയാം 20,000K നെഗറ്റീവ് ആണെന്ന് വിചാരിക്കാം. കോൾ ഓപ്ഷനിൽ 7700, അതായത് 7700 എത്തുമ്പോൾ നല്ല ഒരു പ്രഷർ ഇവിടെ മാർക്കറ്റിൽ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. 20K കോൾ ഓപ്ഷൻ സെല് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് അറിയേണ്ടത് കോൾ ഓപ്ഷൻ സെല് ചെയ്യുക, അല്ലെങ്കിൽ കോൾ ഓപ്ഷനിൽ നെഗറ്റിവിറ്റി ആണ് നെഗറ്റിവിറ്റി ആണ് കാണിക്കണമെങ്കിൽ അവിടെ എത്തുമ്പോൾ നെഗറ്റീവായിട്ട് മാർക്കറ്റ് റിവേഴ്സ് താഴത്തേക്ക് പോകാനുള്ള ഒരു ആക്ടിവിറ്റി ചാൻസ് ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കണം. ചില സമയത്ത് കോൾ ഓപ്ഷൻ നേരത്തെ ഞാൻ ഫൗണ്ടേഷൻ നോട്ടിൽ കണ്ട പോലെ തന്നെ 7700 കോൾ ഓപ്ഷനിൽ സെല്ലർ പയ്യെ മാറി ഓപ്പോസിഷനിൽ കോൾ ബയർ ആയിട്ട് മാറി. ഇനി കോൾ സെല് ചെയ്ത് പറഞ്ഞാൽ മാർക്കറ്റ് താഴത്തേക്ക് പോകും എന്നുള്ള എക്സ്പെക്ടേഷൻ ആണ്. ഇനി അതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട്. പുട്ട് സെല് ചെയ്യുക എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ വന്നിട്ട് മുകളിലേക്ക് നല്ല രീതിയിൽ അപ് ട്രെൻഡിലേക്ക് ആ ഒരു പൊസിഷനിൽ എത്തിയതിനു ശേഷം അപ് ട്രെൻഡിലേക്ക് പോകും എന്നുള്ളതാണ്. ഈ ഒരു കാര്യം നമുക്ക് ആ മാർക്കറ്റിന്റെ അല്ലെങ്കിൽ
മനസ്സിൽ നിന്ന് പോകാതിരിക്കുക. കാരണം കോൾ ഓപ്ഷൻ ബൈ ചെയ്യുക മാത്രമല്ല, സെല്ല് ചെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണെന്നും, പുട്ട് ഓപ്ഷൻ നേരെ മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ സെല്ലാണ് നമ്മൾ എടുത്തതെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ബൈയിങ് പൊസിഷൻ അല്ലെങ്കിൽ പോകുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആണെന്നുള്ള രീതിയിൽ ഈ ഒരു സെല്ലറും ബയ്യറും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. കോൾ സെല്ലിംഗ് ആക്ടിവിറ്റിയും പുട്ട് സെല്ലിംഗ് ആക്ടിവിറ്റിയും, ഇതാണ് ഇതിന്റെ ശരിക്കും ഒരു ബേസ് ആയിട്ട് വരുന്ന കാര്യം. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ മസ്റ്റ് ആയിട്ടും ഓർത്തിരിക്കാം. അതുപോലെ ജക്സ് ലെവൽസ് മറ്റു കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കാം. ഇനി നമുക്ക് ഇവിടെ ട്രേസിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഓൺ ആക്കിയിടേണ്ട കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് കാര്യങ്ങൾ കാണും. ഒന്ന് ജക്സ് ലെവൽസ് കാണും. അതായത് ആരാണോ ടോട്ടലി മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് മേക്കേഴ്സ് ആണ് നമ്മൾ ഓൺ ആക്കിയിടേണ്ടത്. അതേപോലെ തന്നെ ഇൻവെർട്ടർ എന്നുള്ളത് ഓൺ ആക്കേണ്ടതില്ല. നമുക്ക് ഇത് ഓഫ് ആക്കിയിടുന്നതാണ് കുറച്ചും ബെറ്റർ. കീ ലെവൽസ് നമുക്ക് ഇവിടെ ഓട്ടോമാറ്റിക് ഇവിടെ ലെവൽസ് വരാൻ വേണ്ടിയിട്ട് ഹെഡ്ജ് വാള് ഏറ്റവും റെസിസ്റ്റൻസ് എവിടെയാണെന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ മാർക്കറ്റ് ഞാൻ ചെയ്യുന്നത് ഒരു 12:30 ഇന്ത്യൻ സമയത്താണ്. അപ്പൊ അതുകൊണ്ട് ഈവനിങ് ആണ് ആ ലെവൽസ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ കളർ ചേഞ്ചസ് വളരെ ഇതാണ്. ഡെൽറ്റ പ്രഷറാണ് നമ്മൾ ഇതിനകത്ത് ഇട്ടേക്കുന്നത്. ഇവിടെ ഡെൽറ്റ പ്രഷറാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിയാൽ അറിയാം, ഈ നിൽക്കുന്ന ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല ഒരു ആക്ടിവിറ്റി, അതായത് ഗ്രീൻ ആക്ടിവിറ്റി, ഒരു ബുള്ളിങ് ഇത് തന്നെയാണ്. മാർക്കറ്റിൽ അങ്ങനെ വലിയ പ്രഷറും കാര്യങ്ങളൊന്നും വന്നില്ല. പക്ഷെ ഇനി ഇത്രയും ഈ ഡെൽറ്റയ്ക്ക് താഴത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പിന്നെ സപ്പോർട്ട് എടുക്കാൻ സാധ്യത 7245 എന്ന് പറയുന്ന ജെക്സ് ലെവൽസിലാണെന്നാണ് മനസ്സിലാക്കാനായിട്ട്. അപ്പോഴും ഇവിടെ നല്ല പ്രഷർ ഉണ്ട് മാർക്കറ്റിന്. ആ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ ഡെൽറ്റ പ്രഷർ മാറ്റി നിങ്ങൾക്ക് ഗാമ ഇടുക. ഗാമയാണ് കുറച്ചുകൂടി ബെറ്റർ റിസൾട്ട് മാർക്കറ്റിൽ കിട്ടുന്നത്. ഈ ജക്സ് ലെവൽസിൽ നമുക്കൊരു കണ്ണ് വന്നതിന് ശേഷം നമ്മൾ നേരെ മാറ്റേണ്ടത് ആരാണ്. ഇനി പൊസിഷൻസ് എന്താണെന്ന് പറഞ്ഞു ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബയ്യറാണ് അങ്ങനെ ഓപ്പൺ ഇൻട്രസ്റ്റും അതിന്റെ ഡെൽറ്റയുടെ ഡിഫറൻസും വെച്ചിട്ടാണല്ലോ ജക്സ് ലെവൽസ് കണക്കൂട്ടുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ അറിയേണ്ടത് ഈ കാര്യം ഓപ്പൺ ഒ ഐയിലേക്ക് മാറ്റാം. മാർക്കറ്റ് മേക്കർ എന്ന് ഇട്ടിരിക്കുക. ഗാമ ആക്കാൻ ഇടയ്ക്കൊന്ന് ചാം പ്രഷറും ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നമുക്ക് ചെറിയ ഹിന്റുകൾ നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഇനി ഇന്നിപ്പോ മാർക്കറ്റ് നിൽക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഇനി ഇത് എങ്ങനെയാണ് നമുക്കൊരു ട്രേഡിങ്ങിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നമുക്കൊരു എക്സാമ്പിൾ ഇട്ട് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓയിൽ ഇവിടെ ലോങ് കോൾസ് ആണ്, പൊസിഷൻസ് ലോങ് കോൾ ആണ്. ഈ ഒരു സ്ട്രൈക്ക് പ്രൈസിൽ 7700 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിൽ, ഏകദേശം 7775 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിൽ 58K കോൾ ലോങ് പൊസിഷൻ ആണ് ഉള്ളത്. അതേപോലെ തന്നെ ഇവിടെ പുട്ട് പൊസിഷനും അവർ തമ്മിലൊരു ഫൈറ്റ് അവിടെ നല്ല രീതിയിലുണ്ട്. പക്ഷെ അതായത് പുട്ടാണ് കൂടുതലായിട്ടുള്ളത് സെല്ലിങ്. അപ്പൊ അതായത് മാർക്കറ്റ് ഒരു നെഗറ്റീവ് ഈ ഒരു പ്രഷർ ഇവിടെ ഉണ്ട്. കോൾ ലോങ്ങിനേക്കാൾ എപ്പോഴും ലോങ് പൊസിഷനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവുക സെല്ലർക്കായിരിക്കും. കാരണം എന്താ, ഓഡിറ്റി ഓപ്ഷൻസ് ആണ് ഈ അമേരിക്കൻ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓഡിറ്റി ആയതുകൊണ്ട് തന്നെ നല്ല സെല്ലിംഗ് പ്രഷറും കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ ഈ ഒരു ലൈനിൽ ഇങ്ങനെ വച്ചു നോക്കിയാൽ 62K എന്ന് പറയുന്നതും ആ ഒരു മാർക്കറ്റിൽ ഒന്നും അല്ല കേട്ടോ. നമ്മൾ കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റ് ന്യൂയോർക്ക് ഓപ്പൺ ചെയ്യുന്ന സമയമാകുമ്പോൾ അതൊക്കെ മാറി 20K കോൾ സെല്ലിങ്ങും 20K പുട്ട് ബൈയിങ്ങും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇതായിട്ട് വരും. ഇനി ഇത് ആ മാർക്കറ്റ് അതിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ നോട്ടിൽ പറഞ്ഞ പോലെ ഇവിടെ ഒരു ഇതിലേക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഇവിടെ നോക്കി ഇത്ര നേരം ഇവിടെ വരെ നിന്നതായിരുന്നു. ഇത് പയ്യെ ചുരുങ്ങുന്നതായിട്ടാണ് അവിടെ പൊസിഷൻ പയ്യെ വലിയുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാം. അതേപോലെ തന്നെ 60 മിനിറ്റിൽ 1K ആയിരുന്നു, ഡെയിലി 1K ആയിരുന്നു. ഇപ്പോൾ 10 മിനിറ്റ്സിലേക്ക് നോക്കിയപ്പോൾ 1.1K എന്നുള്ളത് 10 മിനിറ്റ്സ് മുമ്പായപ്പോഴത്തേക്കും പയ്യെ അവർ കോളിലെ പൊസിഷൻ, നെറ്റ് കോൾ പൊസിഷൻസ് ആരാണോ അവിടെ ഹോൾഡ് ചെയ്യുന്നത് നെറ്റ് OI എടുക്കുന്നത് അവിടേക്ക് എത്തുമ്പോൾ നമുക്ക് ഇവിടെ നോക്കി ഇങ്ങനെ കുറയുന്നുണ്ട്. ഈ ഒരു കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് 7700 ഏറ്റവും കൂടുതൽ കോൾ ഓപ്ഷനിൽ ഏകദേശം 190K അടുത്ത് സെല്ലർ ഉണ്ടായിരുന്നു. പക്ഷെ മാർക്കറ്റ് അവിടെ എത്തിയപ്പോഴത്തേക്ക് എന്താ, ഒരു പൊസിഷൻസ് മാറി കോൾ ബയ്യറായി മാറി. അപ്പൊ കുറച്ചും ചീപ്പ് പ്രൈസിനായിരിക്കും അവിടെ കിട്ടുക. അപ്പൊ ആ ഒരു കാര്യമൊക്കെ നമ്മൾ മൈൻഡിൽ വയ്ക്കുക. ഇതിൽ എപ്പോഴും എനിക്ക് കുറച്ചുകൂടി ഇതായിട്ടുള്ളത് OI എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്, ഓപ്പൺ ഇൻട്രസ്റ്റ്. ഇനി നമുക്ക് മാർക്കറ്റിൽ ഇവിടെ താഴത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നോക്കാം. കോൾ ഓപ്ഷനിൽ നല്ല രീതിയിൽ സെല്ലർ ഉണ്ട് 144K. അത് കോൾ ഓപ്ഷനിൽ ബയ്യർ 138K ഉള്ളൂ. അതേപോലെ തന്നെ പുട്ട് ഓപ്ഷനിൽ നമുക്ക് വളരെ കുറച്ചായിട്ടുള്ള സെല്ലർ ആക്ടിവിറ്റി ആണ് വന്നിട്ടുള്ളത്. 25K ആണ് വന്നിട്ടുള്ളത്. നോർമലി ചില സമയങ്ങളിൽ ഇത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇതിന്റെ പ്രൈസ് പയ്യെ മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് നിങ്ങൾ മൈൻഡിൽ വെക്കുക. പൊസിഷൻസ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ മാറാനുള്ള സാധ്യതയുണ്ട്. കോൾ സെല്ലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുക നെഗറ്റിവിറ്റി ആണ് എന്നുള്ളത് ഓർക്കുക. ഇനി ഇവിടെ നേരെ തിരിച്ചായിരുന്നു, പുട്ട് ഓപ്ഷനിലായിരുന്നു ഈ നെഗറ്റിവിറ്റി എങ്കിൽ നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ടായിട്ട് എടുക്കുമെന്നെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാമായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മൈൻഡിൽ വെക്കുക, ഓപ്പൺ ഇൻട്രസ്റ്റ് കാര്യങ്ങൾ. ഇനി നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു നല്ലൊരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. ആ ഒരു ആക്ടിവിറ്റിയുടെ റീപ്ലേ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. 31-ാം തീയതി ആയിരുന്നു തോന്നുന്നു.
നമുക്കിവിടെ ഡേറ്റ് ചേഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ബാക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഇവർ പൊസിഷൻ ഒഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇതിലായിരിക്കും കാണുക, പൊസിഷൻസ് അവർ ഒഴിയുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മാർക്കറ്റ് ഇവിടെയായിരുന്നു ട്രേഡ് ചെയ്തത് മോർണിംഗിലൊക്കെ. ഞാൻ ആ ഒരു സമയത്തൊക്കെ ഇവിടെ നോക്കി, ഷോർട്ട് കോൾ ഏകദേശം 178 കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പുട്ട് കോൾ, അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പുട്ട് കോൾ ഏകദേശം 288 കെ ഉണ്ടായിരുന്നു. അത്രയും പുട്ട് ഓപ്ഷനിൽ സെല്ലിംഗ് ഉണ്ടാവുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ഒരു സപ്പോർട്ട് സോൺ ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. എപ്പോഴും മാർക്കറ്റ് കൃത്യമായിട്ട് ഇവിടേക്ക് വരണമെന്നില്ല, അതിനൊരു 5 പിപ്സ് മുമ്പേ, പോയിന്റ്സ് മുമ്പേ തന്നെ മാർക്കറ്റ് റിവേഴ്സ് പോകാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഒരു മൂവ്മെന്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ബ്ലൈൻഡിൽ പോയി ട്രേഡ് ചെയ്യാല്ല. അവിടെ കോൾ ഓപ്ഷനിൽ നല്ല രീതിയിൽ, പുട്ട് ഓപ്ഷനിൽ എന്താ സ്ട്രൈക്ക് പ്രൈസ് 288 കെ സെല്ലർ ഉണ്ടായിരുന്നു. അപ്പൊ അത്രയും സെല്ലർ ഉള്ള സ്ഥിതിക്ക് മാർക്കറ്റ് അതേപോലെ തന്നെ തിരിച്ചു പോകാനും, അതുപോലെ തന്നെ ലോങ് കോൾസും ഇവിടെ കൂടുതലായിരുന്നു. പുട്ട് കൂടുതലുണ്ട്, പക്ഷെ ലോങ് കോളും ഈ പുട്ട് സെല്ലറും കൂടി കണക്ക് കിട്ടുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്യുന്നത് കോൾ ഓപ്ഷൻ തന്നെയാണെന്നാണ് മനസ്സിലാക്കാനായിട്ട്. അപ്പൊ മാർക്കറ്റ് ഇവിടേക്ക്, പ്രോബബിലിറ്റി ഇവിടേക്ക് മാർക്കറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റ് ഓപ്പൺ ചെയ്താണ് ഈ കാണുന്നത്. SPX ഓപ്പൺ ചെയ്തു. മാർക്കറ്റ് അതിന് ശേഷം ഈ ഒരു ഏരിയയിലേക്ക് വന്നു. ഏരിയയിന് ശേഷമാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് ഇവിടെ ഒരു നല്ല നമുക്കൊരു ഡെൽറ്റ ഡൈവർജൻസ് അവിടെ നമുക്ക് ഇത് മാർക്കറ്റ് എയിം ചെയ്യുക ഈ ഒരു 7700 എന്ന് ഇവിടെ ഇവിടേക്കായിരിക്കും. അവിടെയും ആ മാർക്കറ്റിന്റെ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം അവിടെ എന്താണ് നടന്നത്. കോൾ ഓപ്ഷൻ ആണ് അവിടെ സെല്ലിംഗിലേക്ക് ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ്. അപ്പൊ ഇവിടേക്ക് ഒരു പരിധിവരെ മാർക്കറ്റ് വരാനുള്ള പ്രോബബിലിറ്റി, എല്ലാം പ്രോബബിലിറ്റി ആണ്. ട്രേഡിംഗ് എന്ന് പറയുന്നത് തന്നെ ഒരു പ്രോബബിലിറ്റി ഗെയിമാണ്. അപ്പൊ ഇവിടേക്ക് നോക്കി ഗാമയിൽ അത്യാവശ്യം പ്രഷർസ് വരുന്നുണ്ട്. അവിടെ എത്തിയപ്പോഴത്തേക്കും അതിന് മുമ്പ് തന്നെ മാർക്കറ്റിൽ ചെറിയ ചെറിയ പ്രഷർ ഇങ്ങനെ വരുന്നത് ഇവിടെ നെഗറ്റിവിറ്റി ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട്. അപ്പൊ കൂടുതലും ഇതൊരു ട്രേഡിംഗ് സെറ്റപ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ എടുക്കാം ഒരു സ്റ്റാർട്ടിംഗ് സമയത്ത്. ഇനി ഇതിന് നമുക്ക് ഓർഡർ ഫ്ലോയിൽ എന്താ നടന്നതെന്നുള്ളത് നോക്കാം. ആ ഒരു സമയത്ത് ഇവിടെ ഓർഡർ ഫ്ലോയിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, അത്യാവശ്യം നല്ല സെല്ലിംഗ്, നല്ല പ്രഷർ ആയിരുന്നു. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് തന്നെ നല്ല 7 മണിക്ക് ഓപ്പൺ ചെയ്ത് ചെറിയൊരു ട്രാപ്പ് ക്രിയേറ്റ് ചെയ്തു. ഇവിടെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു സ്റ്റാക്കഡ് ഇംബാലൻസ് വന്നു. നല്ല സെല്ലേഴ്സ് ഇവിടെ ജോയിൻ ചെയ്തു. മാർക്കറ്റ് താഴത്തേക്ക് പോകുന്നു. താഴത്തേക്ക് പോയതിനു ശേഷം ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ക്യാൻഡിൽ റെഡ് ആണ്, പക്ഷെ എന്താ നടന്നേക്കുന്നത്, നല്ല വോളിയം. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, വോളിയം നമുക്കൊരു ഇമ്പോർട്ടന്റ് ഘടകമാണ് ഡെൽറ്റ ഡൈവർജൻസ് കൺവേർട്ട് ചെയ്യുമ്പോൾ. അതേപോലെ അതിനുശേഷം അതിൽ കൂടുതൽ വോളിയം വന്നു. സെല്ലർ പരമാവധി ട്രൈ ചെയ്തു. എന്താ ഷേപ്പ് നോക്കാം, ഒരു പി ഷേപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് അവിടെ ഒരു ബുൾ ട്രെൻഡിലേക്ക് മാർക്കറ്റ് അവിടെ നിന്ന് പോകുകയായിരുന്നു. സെയിം സമയം തന്നെ നമുക്കിപ്പോൾ, ഞാൻ എൻ്റെ റെക്കോർഡിങ്സ് ഇല്ല, സെയിം ടൈം തന്നെ അവിടെ നല്ലൊരു അബ്സോർഷൻസും ഈ പറയുന്ന ബുക്ക് മാപ്പിൽ നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഇത്തരം രീതിയിലാണ് നമ്മൾ സ്പോട്ട് ഗാമയുടെ ഒരു ട്രേഡ് സെറ്റപ്പ് ആയിട്ട് നമ്മൾ മാർക്കറ്റിനെ കാണുന്നത്. അതേപോലെ തന്നെ ഇത് നമുക്ക് സ്പോട്ട് ഗാമ മാത്രമായിട്ട്, ഞാൻ പറഞ്ഞു സ്പോട്ട് ഗാമ മാത്രമായിട്ട് ഉപയോഗിക്കുക കുറച്ച് ടഫ് ആണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. അതിന് നമുക്ക് ഒരു സീറോ ഗാമ ലെവൽസും കൂടി നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. നിഞ്ചയിൽ നമുക്ക് അപ്ഡേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് 7 മണിക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, മാർക്കറ്റ് ഒരു പോസിറ്റീവ് ആക്ടിവിറ്റിയിലാണോ എന്നുള്ളത് നമ്മൾ സ്പോട്ട് ഗാമയിൽ നോക്കാം. അവിടെ റെസിസ്റ്റൻസും കാര്യങ്ങളും എത്രത്തോളം കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് നോക്കാം. സ്പോട്ട് ഗാമ സീറോ ഗാമയ്ക്ക് മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് TP ഒക്കെ ഈ കാണുന്ന റേഞ്ച് ഒക്കെ ആയിട്ട് TP സെറ്റ് ചെയ്യാനായിട്ടുള്ള പ്രോബബിലിറ്റി നമുക്ക് ഇവിടെ കിട്ടും. കാരണം അവിടെ നല്ല ജെക്സ് ലെവൽസ് അഥവാ റെസിസ്റ്റൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കാനുണ്ട്. അതുപോലെ ഡീലേഴ്സ് പൊസിഷൻസ് എപ്പോഴും ഇതൊരു താഴത്തേക്ക് വരാൻ വേണ്ടി ഇവർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അത് മാർക്കറ്റ് താഴത്തേക്ക് വരാതെ ഇരുന്നപ്പോൾ അവർ സ്റ്റെപ്പിൻ ചെയ്ത് മുകളിലേക്ക് വരികയാണ്. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് ഡീപ്പായിട്ട് എഴുതും. കഴിഞ്ഞ ദിവസം ഈ 2 ദിവസത്തെ നല്ല റാലി നടന്ന ദിവസങ്ങളിൽ നമുക്ക് എവിടെയും ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയോ കാര്യങ്ങളോ ഒന്നും നിലവിൽ ഉണ്ടായിരുന്നില്ല. ആ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നത് ഇവിടെയായിരുന്നു. പക്ഷെ നമ്മൾ എയിം ചെയ്യേണ്ടത് ഈ ഗ്രീൻ ഇതിലും താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ ഈ റെഡ് ഇതിലാണ്. അപ്പൊ നമുക്ക് മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു പൊസിഷൻ എടുത്ത് നല്ല രീതിയിൽ ആക്ടിവിറ്റി കാര്യങ്ങളെല്ലാം വന്നു. നോർമലി ഞാൻ സ്കാൽപ്പാണ് ചെയ്യാറ്. ഞാൻ ഇത്രയും പൊസിഷൻസും ലെവലിലേക്കൊന്നും ചെയ്യാറില്ല. അത് കഴിഞ്ഞ ദിവസം മറ്റൊരു ദിവസം ഒന്നായിരുന്നു മാർക്കറ്റ് നെഗറ്റിവിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ സീറോ ഗാമയ്ക്ക് മുകളിൽ, സീറോ ഗാമ എന്ന് പറയുമ്പോൾ ഈ ഓപ്ഷൻസിന്റെ ഡെൽറ്റയുടെ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ലെവലാണ്, അഥവാ പിവറ്റ് ലെവൽ പോലെയുള്ള ഒന്നാണ്. ഇതൊരു ഇത് വിവാപ്പാണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. അതിന് മുകളിലേക്ക് ഇപ്പോൾ മാർക്കറ്റിൽ ഇതൊക്കെ നല്ല പ്രഷറുള്ള ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് റീടെസ്റ്റ് ചെയ്ത് താഴത്തേക്ക് വരുന്നത്. എപ്പോഴും നമ്മൾ അത് മറ്റൊരു ആക്ടിവിറ്റി ആണ്. നമുക്കിപ്പോൾ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ, കഴിഞ്ഞ ദിവസങ്ങളിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ വന്ന ഒന്നാണ്. പക്ഷെ അവിടെ നമ്മൾ ആ സെയിം ടൈമിൽ നമ്മൾ നമ്മൾ സ്പോട്ട് ഗാമയിലേക്ക് പോകാം. ആ സ്പോട്ട് ഗാമയിൽ നമുക്ക് എന്താണോ, ചിലപ്പോൾ ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ്, ആരാണ് ഡോമിനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് തന്നെ നമുക്ക് മാർക്കറ്റിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
അപ്പൊ അത്തരത്തിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ക്ലബ് ചെയ്യുക, പരമാവധി ക്ലബ് ചെയ്തതിനു ശേഷം മാത്രം. ഇപ്പോൾ നിലവിൽ മാർക്കറ്റ് ഇന്നത്തെ മാർക്കറ്റ് കണ്ടീഷൻ 12:30 ആകുമ്പോൾ മാർക്കറ്റിൽ നല്ല രീതിയിൽ താഴത്തേക്ക് ഒരു കോൾ സെല്ലർ ഉണ്ട്. കോൾ സെല്ലറാണ്, പുട്ട് സെല്ലറല്ല. പുട്ട് സെല്ലർ 25K ഉള്ളൂ. അതേപോലെ തന്നെ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 62K ആണ് സെല്ലർ ആയിട്ടുള്ളത്. ഇന്നത്തെ 5-ാം തീയതിയാണ്. 12:30 കാര്യമാണ് പറയുന്നത്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കോൾ ഓപ്ഷൻ ലോങ് ഉണ്ട്. ഇത് കുറച്ച് ആക്ടിവിറ്റി കാര്യങ്ങളെല്ലാം വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഉച്ചയോടൊക്കെ ആകുമ്പോഴാണ് ഇതിന്റെ കുറച്ച് അപ്ഡേഷൻസും കാര്യങ്ങളും. നെറ്റ് ഓയിൽ എടുക്കുമ്പോൾ നമുക്ക് ആരാണ് കൂടുതൽ അവിടെ ഉള്ളത്, പുട്ട് ഓപ്ഷൻ ആണോ, ഇതിൽ നല്ല ഫൈറ്റ് ഉണ്ട് ഇപ്പൊ നടക്കുന്ന ഇതിൽ നല്ല ആൾക്കാർ നെറ്റ് പൊസിഷൻ അവിടെ സെല്ലർ ആണ് നിലവിൽ നടക്കുന്നത്. അതേപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഓഡിറ്റ് ഇത് ചെയ്യുമ്പോൾ ഈ ഓപ്ഷൻ രണ്ടിതിലും നെറ്റ് ഓയിൽ എടുക്കുമ്പോൾ ഈ ഓപ്ഷൻ എങ്ങനെ കിടക്കാതെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ ജെക്സ് നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയതിന് ശേഷം നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റിലേക്ക് പോകുക. ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് മാർക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ എവിടെയാണോ ഉള്ളത് അവിടേക്ക് മാർക്കറ്റ് എത്താനും അവിടെ നിന്ന് റിവേഴ്സ് പോകാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്ന് അവർ ഹിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഓർഡർ ക്യാൻസൽ ചെയ്ത് പോകുന്നുണ്ടോ അല്ലെങ്കിൽ അവർ ഡിലീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളും കൂടി നോക്കണം. നെറ്റ് ഓയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആരാണ് കൃത്യമായിട്ട് അവരെ പൊസിഷൻസ് എടുത്തേക്കുന്നത് അല്ലെങ്കിൽ പൊസിഷൻ ആരൊക്കെ മാറ്റി എന്നുള്ളതൊക്കെ നെറ്റ് ഓയിലിൽ കുറച്ചുകൂടി ഡീപ്പായിട്ട് തന്നെ അറിയാനായിട്ട് സാധിക്കും. ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ഒരു ട്രേഡ് സെറ്റപ്പിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ഉപയോഗിക്കാറ്. അതേപോലെ തന്നെ നമുക്ക് ഓർഡർ ഫ്ലോയിലെ ലെവൽസ്, ഓർഡർ ഫ്ലോയിലെ ഡാറ്റ ഡൈവർജൻസ്, പിന്നെ നമ്മൾ പഠിച്ചിട്ട് ബുക്ക് മാപ്പിലെ അബ്സോർഷൻസ്, വാല്യൂ ഏരിയ ലോ, വാല്യൂ ഏരിയ ഹൈ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിനോടൊപ്പം തന്നെ ഈ സ്പോട്ട് ഗാമ കാര്യങ്ങളും കുറച്ചും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കാര്യങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഇത് നിങ്ങൾക്കിപ്പോൾ നിലവിൽ ഞാൻ ഒരു ഗീവ് അവേയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതിന് താല്പര്യം നമ്മൾ ഓൾറെഡി അത് ഡിസ്ക്രിപ്ഷനിലും കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ കണക്ട് ചെയ്യുക. നിങ്ങൾക്ക് വെറുതെ നമ്മൾ കണ്ണടച്ചിട്ട് ട്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആരാണോ ഡോമിനേറ്റ് ചെയ്യുന്നത് ശരിക്കും ബിഹൈൻഡ് ദ സീൻ എല്ലാവരും ലിക്വിഡിറ്റിയുടെ പിന്നാലെ അല്ലെങ്കിൽ ICTയുടെ SMCയുടെ പിന്നാലെയാണ്. ഇതിന്റെ ബാക്ക് എൻഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ ഒരു സംഭവങ്ങളാണ്. നിങ്ങൾ മസ്റ്റ് ആയിട്ടും എന്തായാലും ജെക്സ് ലെവൽസിനെ കുറിച്ചിട്ടും മറ്റു കാര്യങ്ങളെ കുറിച്ചിട്ടും നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കുക. ആ പഠിച്ചതിന് ശേഷം നിങ്ങൾ സ്പോട്ട് ഗാമയിലേക്ക് വരിക. സ്പോട്ട് ഗാമയിലേക്ക് വന്നതിന് ശേഷം നെറ്റ് ഓയും ഓപ്പൺ ഇൻട്രസ്റ്റും നിങ്ങൾ എന്തൊക്കെ എവിടെയൊക്കെയാണ് ഡോമിനേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇപ്പൊ നിലവിൽ മാർക്കറ്റ് ഒരു ചെറിയൊരു സെല്ലിംഗ് പ്രഷറിലാണ്. കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് 3 ദിവസമായിട്ട് കണ്ടിന്യൂസ് മാർക്കറ്റ് അപ്പ് ആയിരുന്നു. അപ്പൊ അത് ആ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാം. അതേപോലെ നമ്മൾ ഉപയോഗിക്കേണ്ട മറ്റൊരു കാര്യം, മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ SPX നമുക്ക് എവിടെയാണോ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഉള്ളത് എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു ഹിന്റ് നമുക്ക് എപ്പോഴും വേണം. അതേപോലെ തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ ഒരു 7 മണിക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതൊരു US ട്രേഡിങ്ങിന്റെ അല്ലെങ്കിൽ US സെഷൻസിന്റെ VWAP ആണ്, US ഇതിന്റെ ആവറേജ് ആണ്. അപ്പൊ അതിന് മുകളിലൊക്കെയാണോ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കാം. US 500 നിങ്ങൾ മറ്റ് ട്രേഡേഴ്സ് അഥവാ US 500 ആണ് നോർമലി CFDയിൽ ചെയ്യുമ്പോൾ ഇത് ചെയ്യുക. നമുക്കിപ്പോൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ആ ഒരു സമയത്ത് 7 മണി സമയത്ത് അവർ ആവറേജ് പ്രൈസ് ഏഷ്യന്റെ ആവറേജ് VWAP ഉണ്ട്, അതിന് മുകളിലാണ്. അതേപോലെ തന്നെ യൂറോപ്പിന്റെ ലണ്ടൻ സെഷന്റെ മുകളിലാണ്. US മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ അതിന് മുകളിലാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു സെല്ലിംഗ് ആക്ടിവിറ്റിയോ ഇതൊന്നുമില്ല. ചില സമയത്തൊക്കെ ഇതൊരു സപ്പോർട്ട് അറ്റാക്ക് ചെയ്ത് ഇതൊന്നും ബ്ലൈൻഡിൽ ചെയ്യേണ്ടതല്ല. നമുക്കൊരു ചെറിയ ഹിന്റ് കിട്ടിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ട്രേഡ് സെറ്റപ്പ് പ്ലാൻ ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് എപ്പോഴും ഒരു ട്രേഡ് പ്ലാൻ ഉണ്ടായിരിക്കണം. ഒരു ട്രേഡ് പ്ലാൻ ഇല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ലോസിലേക്ക് പോകും. കാണുന്നതെല്ലാം നമുക്ക് ട്രേഡ് ആയിരിക്കും ഒരു ട്രേഡ് പ്ലാൻ ഇല്ലാണ്ട് ഇറങ്ങുമ്പോൾ. ഫസ്റ്റ് നമുക്കൊരു ട്രേഡ് പ്ലാൻ വേണം. ആദ്യമേ തന്നെ നമുക്ക് ട്രേഡ് ടൈം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഏത് സെഷനിലാണ് നമുക്ക് നിങ്ങൾ എല്ലാവരും നോക്കേണ്ട ഒരു കാര്യം, ഏത് സെഷനിലാണ് നിങ്ങൾക്ക് വിന്നിംഗ് റേഷ്യോ കൂടുതലുള്ളൂ എന്ന് നമ്മൾ നോക്കാം. ആ ഒരു വിന്നിംഗ് റേഷ്യോ ഉള്ള ആ ഒരു സമയത്ത് മാത്രം നിങ്ങൾ ഇരിക്കാൻ ശ്രമിക്കുക. അല്ലാത്ത സമയത്ത് നമ്മൾ സിസ്റ്റം ഓൺ ആക്കിയാൽ ചിലപ്പോൾ കാണുന്നതൊക്കെ ട്രേഡ് ആയിട്ട് തോന്നും. അത് അവസാനം എൻഡ് ഓഫ് ദ ഡേ വരുമ്പോൾ ലോസിലേക്ക് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ട്രേഡ് പ്ലാൻ ആയിട്ട് മാർക്കറ്റിൽ ഇരിക്കുക. നമ്മുടെ ട്രേഡ് പ്ലാൻ എന്ന് പറയുന്നത് XPX ഓപ്പൺ എവിടെയാണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ടൈം തന്നെ നോക്കുന്നു. അതിനുശേഷം നമുക്ക് സ്പോട്ട് ഗാമയിലേക്ക് പോകുന്നു, സ്പോട്ട് ഗാമയിൽ ലെവൽസ് നോക്കുന്നു. അതോടൊപ്പം തന്നെ ബുക്ക് മാപ്പിലെ ലിക്വിഡിറ്റി എവിടെയാണെന്നുള്ളത് നമ്മൾ നോക്കുന്നു. അതിനോടൊപ്പം തന്നെ തലേ ദിവസത്തെ വാല്യൂ ഏരിയ ഹൈ, വാല്യൂ ഏരിയ ലോ, പിന്നെ റിജക്ഷൻസ് ആണ്. ആ സ്ഥലങ്ങളിൽ റിജക്ഷൻസ് കിട്ടുന്നുണ്ടോ അതോ നമുക്ക് ട്രെൻഡ് ഫോളോ ചെയ്ത് പോകണോ. ട്രെൻഡ് ഫോളോ ചെയ്ത് പോകണം. നമുക്ക് സീറോ ഗാമയ്ക്ക് താഴെയാണ്, ഇത് കണ്ടിന്യൂസ് ട്രെൻഡ് ഫോളോ ചെയ്യും. ഇത് TP ആയിട്ട് വെക്കാം, അത് TP ആയിട്ട് വെക്കാം, ഇത് TP ആയിട്ട് വെക്കാം. ഇവിടെ നിന്നൊക്കെ റിവേഴ്സ് പോയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം ഞാനിപ്പോൾ പറഞ്ഞ റിവേഴ്സ് പോയി ഞാൻ എക്സാമ്പിൾ റിവൈൻഡ് ചെയ്ത് കാണിച്ച ആ ദിവസത്തെ ഒരു ട്രേഡാണ്. ഇത് റിവേഴ്സ് ട്രേഡിന് ഉപയോഗിക്കാം. ഫസ്റ്റ് നമുക്ക് കിട്ടുക ഒരു ട്രെൻഡ് ഫോളോയിങ് ആയിരിക്കും, അതിനുശേഷം കിട്ടുക ഒരു റിവേഴ്സ് ട്രേഡ് ആയിരിക്കും. അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് പോകാം. എന്തായാലും മസ്റ്റ് ആയിട്ടും നിങ്ങൾ ജെക്സ് ലെവൽസ് മസ്റ്റ് ആയിട്ടും പഠിക്കുക. ICT ഒക്കെ പഠിക്കുന്നതിനേക്കും ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഉണ്ടാകും. നമുക്ക് NQ അത് ES ആണ് നിലവിലുള്ളത്, അഥവാ S&P 500 നാസ്ഡാക്ക് ആണ് നിലവിൽ ഉള്ളത്.
ഗോൾഡിന്റെ ലെവൽസ് മറ്റ് കമ്പനികൾ കൊടുക്കുന്നുണ്ട്. സ്പോട്ട് ഗാമയിൽ അത് അത്ര ആക്യുറേറ്റഡ് അല്ല. ആക്യുറേറ്റഡ് അല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു ETF ഓപ്ഷൻസ് ആണല്ലോ. അപ്പൊ അതിന്റെ പ്രൈസ് അങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് അത്ര ഇതല്ലാത്ത. എന്തായാലും എല്ലാവർക്കും നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കുക. അത്രേ ഉള്ളൂ പറയാനായിട്ട്. എല്ലാവർക്കും ബൈ.